നമസ്കാരം. പൊട്ടക്കണ്ണാണേ. ഈ രാഷ്ട്രീയ നേതാക്കൾ എത്രമാത്രം കള്ളത്തരമാണ് ഓരോ തവണയും അടിച്ചുവിടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ടതാണ്. കാരണം അവസരവാദികളാണ് ഇവർ എല്ലാവരും. നമുക്ക് നമ്മുടെ സഖാവ് പിണറായി വിജയനെ ഒന്ന് കേട്ടു നോക്കിയാലോ. ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട. എന്താ പറഞ്ഞ? ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട. ഉള്ളതാണോ സഖാവേ? ഇത് നീ മാറ്റി പറയരുത്. നേരത്തെ പറഞ്ഞത് വീണ്ടും ഇറങ്ങി വരും. RSS ഒരു ഘട്ടത്തിൽ ഞങ്ങൾ RSSന്റെ വോട്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ RSSന്റെ വോട്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. യെസ്, എന്നാൽ എല്ലാ ഘട്ടത്തിലും അത് പറഞ്ഞിട്ടില്ല. ആ ഘട്ട ഏതാണ് എന്ന് മാത്രം ജനങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ജയിക്കണമെന്ന്, ഇല്ലെങ്കിൽ ജയിക്കണമെങ്കിൽ RSSന്റെ സപ്പോർട്ട് വേണം എന്ന് തോന്നുന്ന ഘട്ടത്തിൽ RSSന്റെ സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത ഘട്ടത്തിൽ അത് മാറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇരുതലമൂരി എന്നാണ് ഇതിനെ ജനങ്ങൾ വിളിക്കുന്നത്. ഇനിയിപ്പോൾ അതിനെപ്പറ്റി നമ്മളുടെ VD സതീശൻ ജി പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം. 1977 RSS പിന്തുണയോടുകൂടി നിയമസഭയിലേക്ക് ജയിച്ചു വന്നത് VD സതീശനല്ല, പിണറായി വിജയനാണ്. യെസ്, പിണറായി വിജയൻ തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ പിണറായി സഖാവ് അത് മറന്നുപോയി അടുത്ത നമ്പരുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ ചെവിക്ക് നുള്ളിക്കോണം ജനങ്ങളെ, വോട്ടർമാരെ. നിക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് പൊട്ടക്കണന.